അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1512 സൂറത്തുൽ ഇസ്രാ 79-ാം സൂക്തം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن الليل فتهجد به نافلة لك عسى أن يبعثك ربك مقاما محمودا. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. ومن الليل രാത്രിയിൽ നിന്ന് അല്പസമയം ഫതഹജ്ജദ് ബിഹി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് അങ്ങ് ഉറക്കമുണർന്ന് നിസ്കരിക്കുക. നാഫിലത്തൻ ലക, അത് തങ്ങൾക്ക് അധികമായിട്ട് ഉള്ള ഒരു പുണ്യകർമ്മമാണ്. അസായ ബഅസക റബ്ബുക മഖാമൻ മഹ്മൂദ, അങ്ങയുടെ നാഥനായ അല്ലാഹു അങ്ങയെ സ്തുത്യർഹമായ ഒരു സ്ഥാനത്തേക്ക് നിയോഗിച്ചേക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് 5 നേരത്തെ നിസ്കാരം നിർവഹിക്കാൻ നേരത്തെ നിർദ്ദേശിച്ചു. എന്നാൽ അതിനുശേഷം മറ്റൊരു നിസ്കാരത്തെക്കുറിച്ച് ഈ ആയത്തിലൂടെ അല്ലാഹു പറയുകയാണ്. ആ നിസ്കാരം രാത്രി ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം നിസ്കരിക്കേണ്ട നിസ്കാരമാണ്. രാത്രി ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം നിസ്കരിക്കുന്ന നിസ്കാരം എല്ലാ കോലാഹലങ്ങളും കെട്ടടങ്ങുകയും മുഴുവൻ കണ്ണുകളും നിദ്ര കൊള്ളുകയും ചെയ്ത ശാന്തമായ രാത്രിയിൽ ഉറക്കത്തിന്റെ ലഹരിയിലേക്ക് എല്ലാവരും യഥാവിധി മുന്നോട്ടു പോകുന്ന സമയം ആ ഉറക്കം ഒഴിവാക്കി അല്ലാഹുവിനു വേണ്ടി അവന്റെ അനുഗ്രഹത്തിൽ പ്രതീക്ഷ അർപ്പിച്ചും അവന്റെ ശിക്ഷയെ ഭയപ്പെട്ടും നിസ്കാരം നിർവഹിക്കുന്നതിനു വേണ്ടി എഴുന്നേറ്റു വരിക എന്ന സ്വഭാവമാണ് തഹജ്ജുദ് എന്ന് പറയുന്നത്. അങ്ങനെ തഹജ്ജുദ് നിസ്കരിക്കുക എന്ന സംഗതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിർബന്ധമായിരുന്നു. നമുക്കത് സുന്നത്താണ്, നബി തങ്ങൾക്കത് നിർബന്ധമായിരുന്നു എന്നാണ് പണ്ഡിതന്മാരുടെ ഒരു പക്ഷം. അപ്പൊ അത്ര പ്രാധാന്യമുള്ള നിസ്കാരം നിർവഹിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നിർദ്ദേശിച്ചിരിക്കുകയാണ്. അപ്പോ ആ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് നിർവഹിക്കേണ്ട ഒരു നിസ്കാരമായി, അപ്പൊ ധാരാളം സമയം ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് തന്നെ ഈ തഹജ്ജുദ് നിസ്കാരം നിർവഹിക്കുക എന്നത് അതൊരു ശീലമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. നമുക്കറിയാമല്ലോ, കാലിൽ നീര് വന്ന് മൂടുന്നത് വരെ ദീർഘമായി നിന്ന് നിസ്കരിച്ച് നൃത്തത്തിന്റെ ദൈർഘ്യം കൊണ്ട് കാലിൽ നീര് വന്ന് മൂടുന്ന അവസ്ഥ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഉണ്ടായത് ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹയൊക്കെ ഉദ്ധരിക്കുന്നുണ്ടല്ലോ. അപ്പോ ആ രൂപത്തിലുള്ള വലിയ മഹത്വമുള്ള ഒരു പുണ്യകർമ്മം ചെയ്യാൻ അല്ലാഹു തആല നബി തങ്ങളെ തങ്ങളോട് കൽപ്പിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല നൽകുന്ന ഒരു ഉന്നതമായ സ്ഥാനത്തെക്കുറിച്ച് ഓഫർ പറയുകയും ചെയ്തിരിക്കുകയാണ് ഈ സൂക്തത്തിൽ. അതാണ് രണ്ടാമത്തത്. അസായ ബഅസക റബ്ബുക മഖാമൻ മഹ്മൂദ, സ്തുത്യർഹമായ ഒരു സ്ഥാനത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയാകുന്ന അങ്ങയുടെ നാഥൻ അങ്ങയെ നിയോഗിക്കും എന്ന പ്രഖ്യാപനം. അത് അല്ലാഹുവിൽ നിന്നുള്ളൊരു വാഗ്ദാനമാണത്. അപ്പോ തഹജ്ജുദ് എന്ന് പറയുന്ന നിസ്കാരം വളരെ പ്രാധാന്യമുള്ളൊരു നിസ്കാരമാണത് എന്ന് ബഹുമാനപ്പെട്ട ഇമാമുകളെല്ലാം ഉദ്ധരിക്കുന്നുണ്ട്. നോക്കൂ, ഹാഫിദ് ഇബ്നു കസീർ അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം. ഈ വിശുദ്ധ ഖുർആനിലെ 32-ാം അധ്യായം സൂറത്തു സജദയുടെ ഈ സൂക്തത്തിൽ തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅൻ വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ എന്ന് പറയുന്ന ആയത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് അവരവരുടെ ശരീരത്തിന്റെ ഭാഗങ്ങളെ കിടക്കറയിൽ നിന്ന് വിരിപ്പിൽ നിന്ന് വിടുവിച്ച് അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് എഴുന്നേൽക്കുമെന്ന് പറയുന്ന ആ മഹത്തായ സൂക്തം അതുദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട മുസ്ലിമീങ്ങൾ രാത്രി ഉറങ്ങി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന തഹജ്ജുദിനെ സംബന്ധിച്ചാണ്. അപ്പൊ നിർബന്ധമായി നിർവഹിക്കേണ്ട കാര്യങ്ങൾക്ക് പുറമെ ഐച്ഛികമായ നിസ്കാരങ്ങളിലും കൂടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരാണ് ശരിയായ വിശ്വാസികൾ എന്നതിലേക്ക് സൂചനയുണ്ട് എന്ന് വിശദീകരിച്ചുകൊണ്ട് ഹാഫിദ് ഇബ്നു കസീർ
റഹിമഹുല്ല പറഞ്ഞു, മുഖദ്ദമു ഹൗലാഇ വസയ്യിദുഹും വഫഖറുഹും ഫിദ്ദുനിയ വൽ ആഖിറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ രാത്രി ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന, അള്ളാഹുവിനോട് ഭയത്തോടും അതോടൊപ്പം തന്നെ പ്രതീക്ഷയോടും കൂടെ പ്രാർത്ഥന നിർവഹിക്കുന്നവരുടെ മുൻനിരയിൽ അവരുടെ ലീഡർഷിപ്പും അവർക്ക് അഭിമാനവുമായിട്ട് ദുനിയാവിലും ആഖിറത്തിലും നേതൃത്വം നൽകുന്നത്, നായകത്വം വഹിക്കുന്നത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എന്നിട്ട് ഇബ്നു കസീർ പറയുന്നു, കമാ ഖാല ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കവികളിൽപ്പെട്ട ഒരു കവിയാണ്, സഹാബിയാണ്. ആ അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി തങ്ങളെ പുകഴ്ത്തിയിട്ട് പറഞ്ഞല്ലോ, വഫീനാ റസൂലുള്ളാഹി യത്ലൂ കിതാബഹു ഇദൻ ശഖ്ഖ മഅറൂഫും മിനൽ ഫജ്രി സാതിഉ അറാനൽ ഹുദാ ബഅദൽ അമാ ഫഖുലൂബുനാ ബിഹി മൂഖിനാതുൻ അന്നമാ ഖാല വാഖിഉ യബീതു യുജാഫി ജംബഹു അൻ ഫിറാശിഹി ഇദ ഇസ്തഖലത് ബിൽ മുശ്രികീനൽ മളാജിഉ. അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രശംസിച്ചുകൊണ്ട് പാടുകയാണ്, വഫീനാ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ ദൂതർ നമ്മളുണ്ട്, യത്ലൂ കിതാബഹു, അള്ളാഹുവിന്റെ ഖുർആൻ അവിടുന്ന് പാരായണം ചെയ്യുന്നു, ഇദൻ ശഖ്ഖ മഅറൂഫും മിനൽ ഫജ്രി സാതിഉ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമായി ആരാധനക്കു പറ്റിയ ഉന്നതമായ സമയം, എല്ലാവരും ഉറക്കത്തിന്റെ രസത്തിലേക്ക് നീങ്ങി പ്രഭാതത്തോടടുക്കുന്ന സമയത്തേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, എല്ലാവരും ഉറക്കിന്റെ ലഹരിയിലാണെങ്കിൽ ഇബാദത്തിന്റെ ലഹരിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉള്ളത്. യബീതു യുജാഫി അറാനൽ ഹുദാ ബഅദൽ അമാ, അന്ധതയ്ക്ക് ശേഷം ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് സന്മാർഗം കാണിച്ചു തന്നു. എങ്ങോട്ടാണ് പോകേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് പറയേണ്ടത് എന്നതിനെക്കുറിച്ചൊന്നും ധാരണയില്ലാതെ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു സമൂഹത്തിന് ദിശാബോധം കാണിച്ചു തന്നത് ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഫഖുലൂബുനാ ബിഹി മൂഖിനാതുൻ അന്നമാ ഖാല വാഖിഉ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതെല്ലാം സംഭവിച്ചിരിക്കും എന്നതിന്റെ ഉറപ്പ് ഞങ്ങളുടെ ഹൃദയങ്ങൾക്കുണ്ടാകും വിധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അടുപ്പവും ബന്ധവും ഞങ്ങൾക്ക് കാത്തു സൂക്ഷിക്കാനായി. യബീതു യുജാഫി ജംബഹു അൻ ഫിറാശിഹി ഇദ ഇസ്തഖലത് ബിൽ മുശ്രികീനൽ മളാജിഉ, ബഹുദൈവാരാധകന്മാർക്ക് അവരുടെ ബെഡ് അല്ലെങ്കിൽ കിടപ്പറ അതൊരു ഭാരമായി അനുഭവപ്പെടുന്ന സമയം എന്ന് പറഞ്ഞാൽ, ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കാതെ ഉറക്കിൽ തന്നെ ഇനിയും മുന്നോട്ട് പോകണമെന്ന് ചിന്തിക്കുന്ന ആ സന്ദർഭത്തിൽ ശരീരത്തിന്റെ പാർശ്വങ്ങളെ വിരിപ്പിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് വിടുവിച്ച് നിസ്കാരത്തിനു വേണ്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമയം കണ്ടെത്തുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വമായി അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇതിന്റെ ആ രാത്രി എഴുന്നേറ്റ് ഉറക്കമുണർന്ന് നിസ്കരിക്കുക എന്ന ആ നിസ്കാരത്തിന്റെ ലീഡർഷിപ്പ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ളതാണ് എന്നതിന്റെ രേഖയാണ് എന്ന് ഇബ്നു കസീർ റഹിമഹുല്ലാ വിശദീകരിക്കുന്നു. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അസ്മാ ബിൻത് യസീദ് റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് എന്താണ്, ഇദാ ജമഅ അല്ലാഹുൽ അവ്വലീന വൽ ആഖിരീൻ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ആദ്യകാലക്കാരെയും അവസാനകാലക്കാരെയും അഥവാ മുഴുവൻ ജനങ്ങളെയും അല്ലാഹു തആല മഹ്ശർ മൈതാനിയിൽ ഒരുമിച്ച് കൂട്ടുമ്പോൾ ജാഅ മുനാദിൻ, ഒരു വിളംബരക്കാരൻ വരും. എന്നിട്ട് ഫനാദാ ബി സൗത്തിൻ യസ്മഉൽ ഖലായിഖ്, മുഴുവൻ സൃഷ്ടികളും കേൾക്കും വിധത്തിലുള്ള ഒരു ശബ്ദത്തിൽ അദ്ദേഹം വിളിച്ചു പറയും, സയഅലമു അഹ്ലുൽ ജംഇൽ യൗമ മൻ ഔലാ ബിൽ കറം, ഇന്ന് ഏറ്റവും വലിയ ആദരവിന് അർഹരാരാണെന്ന് ഈ കൂടിയിരിക്കുന്ന പുരുഷാരം ഇവരെല്ലാവരും അറിയാൻ പോകുന്നുണ്ട് എന്ന് പറയും. എന്നിട്ട് അദ്ദേഹം വീണ്ടും ഒരിക്കൽ കൂടി വിളിക്കും, ലിയഖുമില്ലദീന കാനത് തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഅ ഖൗഫൻ വതമഅ വയദുആ എന്ന് തുടങ്ങുന്ന ആ സൂക്തം ത്തിലുള്ള ആശയം ഉൾക്കൊണ്ടുകൊണ്ട് രാത്രി ഉറക്കിൽ നിന്ന് എഴുന്നേറ്റിരുന്ന ആളുകൾ എന്നിട്ട് അള്ളാഹുവിനു വേണ്ടി ഭയത്തോടുകൂടെയും അതോടൊപ്പം അവന്റെ അനുഗ്രഹങ്ങൾ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടും നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റിരുന്ന ആളുകൾ എഴുന്നേറ്റു വരൂ എന്ന് അദ്ദേഹം വിളിച്ചു പറയും. അപ്പം വിളിച്ചു പറയുമ്പോൾ ഫയഖൂമൂന,
ഉറക്കത്തിന്റെ ലഹരി മാറ്റിവെച്ച് ഇബാദത്തിന്റെ ലഹരിയിലേക്ക് ജീവിതത്തെ പറിച്ചു നടുന്ന ആ സൗഭാഗ്യവാന്മാരായിട്ടുള്ള ആളുകൾ എഴുന്നേൽക്കും. വഹും ഖലീലുൻ, അത് വളരെ തുലം തുച്ഛമായ ആളുകളായിരിക്കും അവർ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹ്ശർ മൈതാനിയിൽ ഏറ്റവും വലിയ ആദരവിന് അർഹരായി പരിഗണിക്കപ്പെടുന്ന ഒരു കാറ്റഗറിയെ ഇவ்விധം പരിചയപ്പെടുത്തുമ്പോൾ ആ കൂട്ടത്തിലെ മെമ്പേഴ്സ് ഒരുമിച്ചു കൂടിയവരുടെ എണ്ണത്തിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ വളരെ കുറഞ്ഞ ആളുകളാണ് ഉണ്ടാവുക. അപ്പൊ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുക എന്ന സംഗതി, തഹജ്ജുദ് നിസ്കരിക്കുക എന്ന പുണ്യം, അത് ഒരു മനുഷ്യന് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ആരാധനകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന്റെ പ്രാധാന്യം ധാരാളമായി പഠിപ്പിച്ചതിൽ നിന്ന് നമുക്കിവിടെ മനസ്സിലായതാണിപ്പോ. അന്ത്യനാളിലും അങ്ങേയറ്റത്തെ പരിഗണനയാണ് അവർക്ക് ലഭിക്കുന്നത്. അതുമാത്രമല്ല, ഖബറിലെ പ്രകാശത്തിനും ഖബറിന്റെ രക്ഷക്കും ഖബറിലെ സന്തോഷത്തിനുമൊക്കെ ഏറ്റവും ഫലപ്രദമായി അനുഭവപ്പെട്ടത് രാത്രി നിസ്കരിച്ചിരുന്ന തഹജ്ജുദ് നിസ്കാരത്തിന്റെ ഏതാനും റക്അത്തുകളായിരുന്നുവെന്ന് ബഹുമാനപ്പെട്ട മഹാന്മാരായ ഒട്ടനവധി ആധ്യാത്മിക ഗുരുക്കളുടെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുള്ള ദർശനങ്ങൾ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ രാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുക എന്നത് സാലിഹീങ്ങളായ ആളുകൾ വല്ലാതെ പ്രശംസിക്കുകയും പുരോഗതിയിൽ നമ്മൾ നടപ്പാക്കാൻ വേണ്ടി വലിയ രൂപത്തിൽ പ്രോത്സാഹനം നൽകുകയും ചെയ്തിട്ടുണ്ട്. മഹാനായ മഖ്ദൂം തങ്ങൾ പറഞ്ഞില്ലേ, വദവാഉ ഖൽബിൻ ഖംസതുൻ ഫതിലാവതുൻ ബിതദബ്ബുരിൽ മഅന വലിൽ ബത്നിൽ ഖലാ വഖിയാമു ലൈലിൻ വത്തളറു ബിസ്സഹർ വമുജാലസാത്തുസ് സാലിഹീനൽ ഫൂളലാ. ഹൃദയത്തിന്റെ രോഗങ്ങൾക്കുള്ള മരുന്ന്, ഹൃദയാന്തർഭാഗത്ത് അള്ളിപ്പിടിച്ചു നിൽക്കുന്ന ഒട്ടനവധി രോഗങ്ങളുണ്ട്. ആ രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാനും സുഖം പ്രാപിക്കാനും മനുഷ്യൻ സേവിക്കേണ്ട മരുന്നുകൾ 5 ആ 5 മെഡിസിൻ ഏതാണ്? ഒന്ന് ഫതിലാവത്തുൻ ബിതദബ്ബുരിൽ മഅന, ആശയം ചിന്തിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ പാരായണം നടത്തുക. ഒരുപാട് ശ്രദ്ധയില്ലാതെ ഓതിപ്പോവുക എന്നല്ല, ഓതുന്നത് ശ്രദ്ധയോടെയും ചിന്തയോടെയും ഓതുക. അതിന്റെ ആശയത്തെ സംബന്ധിച്ച് ഒരു ആവറേജ് ധാരണയെങ്കിലും നമുക്കുണ്ടാവുക. ആ നിലക്ക് ഖുർആനിന്റെ പാരായണം നിർവഹിക്കുമ്പോൾ വിശ്വാസിയുടെ ഹൃദയത്തിന്റെ രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ ആവശ്യമായിട്ടുള്ള ചികിത്സയുടെ ഭാഗമായി അള്ളാഹു അത് പരിഗണിക്കുന്നുണ്ട്. ഖുർആനിന്റെ പാരായണം മുഖേന അങ്ങേയറ്റത്തെ നേട്ടങ്ങൾ മനുഷ്യന് നേടാനും വിജയം വരിക്കാനും സാധിക്കുന്നു എന്ന് ചുരുക്കം. രണ്ടാമതായിട്ട് മഹാന്മാർ പറഞ്ഞത് എന്താണ്? വലിൽ ബത്നിൽ ഖലാ, വയറ് കാലിയാക്കുക എന്നത്. നിറഞ്ഞ വയറ് എന്നത് ഏറ്റവും മോശമായിട്ടുള്ള തല്ലിപ്പൊളിയായിട്ടുള്ള പാത്രമാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഖ്യാപനത്തിൽ നമുക്ക് കാണാം. വയറ് കാലിയാവുക എന്നത് നമ്മുടെ ഹൃദയത്തിന്റെ ശുദ്ധിക്ക് ഏറ്റവും സഹായകമായിട്ടുള്ള രീതിയാണ്. മൂന്നാമത്തത് വഖിയാമുൽ ലൈലിൻ, അതാണ് നമ്മളെ വിഷയം. രാത്രി നിസ്കരിക്കുക, ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് രാത്രി നിസ്കരിക്കുക എന്നത് ഹൃദയത്തിന്റെ ചികിത്സക്കുള്ള മരുന്നാണ്, ഹൃദയരോഗത്തിൽ നിന്ന് മുക്തി നേടാനുള്ള മരുന്നാണ്. വത്തളറു ബിസ്സഹർ, അത്താഴ സമയം, എല്ലാവരും ഉറക്കിന്റെ അതിശക്തമായിട്ടുള്ള ലഹരിയിലേക്ക് പോകുന്ന നേരം, വല്ലാത്ത ശാന്തത അനുഭവപ്പെടുന്ന സന്ദർഭം, ആരാധന എന്ന് പറയുന്ന മഹത്തായ സന്തോഷത്തിൽ വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രം ലോകത്ത് സമയം ചെലവാക്കുന്ന നേരം, ആ സമയത്ത് അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങാനും അവനോട് പാപമോചനം തേടാനും സാധുവായി അടിമയെ അള്ളാഹുവെ നീ രക്ഷപ്പെടുത്തി തരണമെന്ന് കേഴാനുമൊക്കെ അവസരം കണ്ടെത്തുക എന്നത്, ആ സമയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുക എന്നത് ഹൃദയരോഗത്തിന്റെ ചികിത്സയുടെ ഭാഗമാണ്. മുജാലസാത്തുസ് സാലിഹീൻ, സജ്ജനങ്ങളായിട്ടുള്ള മഹാന്മാരായിട്ടുള്ള ആധ്യാത്മിക രംഗത്ത് നമുക്ക് കൂടി വിജയം സമ്മാനിക്കാൻ ആവശ്യമായ വിധത്തിൽ ജീവിതം ക്രമീകരിച്ചിട്ടുള്ള മഹത്തുക്കളുടെ മജ്ലിസുകളിൽ, അവരുടെ സദസ്സുകളിൽ, അവരുടെ കൂടെയിരിക്കാൻ, അവരുടെ സ്വഭാവങ്ങൾ നമ്മിലേക്ക് സമീകരിക്കാൻ, അവരുടെ ഗുണപാഠങ്ങൾ, അവരുടെ ജീവിതത്തിന്റെ ഗുണപാഠങ്ങൾ നമ്മിലേക്ക് ആവാഹിക്കാൻ സഹായകമാകുന്ന രീതി സ്വീകരിക്കാൻ ഒക്കെയുള്ള ശ്രമങ്ങൾ, ചാരിയാൽ ചാരിയത് മണക്കുമെന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ നന്മയിലായി ക്രമീകരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാണ് എന്ന് മഖ്ദൂം തങ്ങൾ വിശദീകരിച്ച 5 മരുന്നുകളുടെ കൂട്ടത്തിൽ
ഒരു മരുന്നാണ് ഖിയാമുൽ ലൈലിൻ, രാത്രി നിസ്കരിക്കുക എന്നത്. അപ്പൊ രാത്രി ഉറങ്ങി എഴുന്നേറ്റ് നിസ്കരിക്കുന്നതിന്റെ പ്രാധാന്യം അവിടെയും നമുക്ക് മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപദേശം, അത്അമു തആമ വഅഫ്ശു സലാമ വസിലുൽ അർഹാമ വസല്ലു ബിൽ ലൈലി വന്നാസു നിയാം തദ്ഖുലുൽ ജന്നത ബിസലാം. ഓ ജനങ്ങളെ, അത്അമു തആം, നിങ്ങൾ ആളുകൾക്ക് അന്നം കൊടുക്കണം. വഅഫ്ശു സലാം, സലാമിനെ നിങ്ങൾ വ്യാപിപ്പിക്കണം. വസിലുൽ അർഹാം, കുടുംബബന്ധം നിങ്ങൾ ചേർക്കണം. വസല്ലു ബിൽ ലൈൽ, രാത്രി നിങ്ങൾ നിസ്കരിക്കണം. വന്നാസു നിയാം, ജനങ്ങളൊക്കെ ഉറങ്ങുമ്പോൾ. അതാണ് ഈ തഹജ്ജുദ്. എന്നാൽ അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ തദ്ഖുലുൽ ജന്നത ബിസലാം, മലക്കുകളിൽ നിന്നുള്ള സലാം എന്ന സന്ദേശം കേട്ടുകൊണ്ട് നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള അവസരമുണ്ടാകുമെന്ന്. അപ്പോ നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതം സുഖകരമാക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും പ്രോപ്പറായിട്ടുള്ള ഒരു രീതിയാണ് തഹജ്ജുദ് നിസ്കാരത്തിന്റെ പ്രാധാന്യം എന്ന് നമുക്ക് മനസ്സിലായി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കത് നിർബന്ധമായിരുന്നു, നമുക്കത് സുന്നത്താണ്. ആ സുന്നത്തിലൂടെ ഒരുപാട് നേട്ടങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് നേടാനുണ്ടെന്നാണ് പഠിപ്പിക്കപ്പെട്ടത്. അത് നമ്മുടെ ജീവിതത്തിൽ കൂടി ചെറിയ രൂപത്തിലെങ്കിലും പ്രാക്ടിക്കലാക്കാൻ എത്ര തിരക്കുണ്ടെങ്കിലും അല്ലെങ്കിൽ എത്ര വിഷമമുണ്ടെങ്കിലും സുബഹിക്ക് എന്തായാലും നമ്മൾ എഴുന്നേൽക്കേണ്ടതില്ലയോ? ഒരല്പം നേരത്തെ എഴുന്നേറ്റു 2 റക്അത്തെങ്കിലും നിസ്കരിക്കുന്ന സ്വഭാവം നടപ്പാക്കാൻ നമ്മൾ നിർബന്ധം പിടിച്ചാൽ അള്ളാഹു നമുക്കതിന് തൗഫീഖ് തരും എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുകയും വേണം. നടപ്പാക്കുന്നവർ വർദ്ധിത വീര്യത്തോടുകൂടെ അതിൽ മുന്നോട്ട് പോകണം. അള്ളാഹു നമ്മയെല്ലാം അതിനെ അനുഗ്രഹിക്കട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. എന്നിട്ട് അള്ളാഹു തആല പറഞ്ഞത്, അസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദ, സ്തുത്യർഹമായ ഒരു മഖാം, ഒരു സ്ഥാനം എന്ന് പറയുന്ന ആ സ്ഥാനത്തേക്ക് അള്ളാഹു തആല തങ്ങളെ നിയോഗിച്ചേക്കും എന്നതൊരു സാധ്യതയല്ല. അള്ളാഹു തആല പറഞ്ഞാൽ അത് ഉറപ്പ് തന്നെയാണ്. അപ്പൊ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ഒരു ഉറപ്പ് ഉള്ള ശൈലി തന്നെയാണ് അവിടെ പ്രയോഗിക്കപ്പെടുന്നത്. അപ്പൊ നബി തങ്ങൾക്ക് മഖാമും മഹ്മൂദ് എന്നൊരു സ്ഥാനം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. ആ മഖാമും മഹ്മൂദ് എന്ന സ്ഥാനത്തെ സംബന്ധിച്ച് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത്, മഹ്ശർ മൈതാനിയിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അവിടെയും സൂപ്പർ ഹീറോ എന്ന് എല്ലാവരെ കൊണ്ടും പ്രഖ്യാപിക്കാൻ പറ്റും വിധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകുന്ന ഒരു മഹത്തായ അംഗീകാരത്തെക്കുറിച്ചാണ് പറയുന്നത് എന്നാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇമാം ബുഖാരി, മുസ്ലിം റളിയല്ലാഹു അൻഹും അടക്കം വിശാലമായി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും, ഈ ജനങ്ങളെ മുഴുവനും അല്ലാഹു തആല മഹ്ശർ മൈതാനിയിൽ ഒരുമിച്ച് കൂട്ടി സൂര്യനെ തൊട്ടുമീതെ ഉദിപ്പിച്ച് സ്ത്രീയും പുരുഷനും ഇടകലർന്ന് ജനിച്ച അതേപടിയുള്ള നൃത്തം നിൽക്കുന്ന സമയം ഓരോരുത്തരും അവരവരുടെ സെൽഫ് എങ്ങനെ സേഫാക്കാം എന്നതിനെ കുറിച്ച് മാത്രം അങ്ങേയറ്റത്തെ ബേജാറോടുകൂടെ നിൽക്കുന്ന സമയം ആ നൃത്തം അങ്ങനെ നീണ്ടു പോവുകയാണ്. ഒരെത്തും പിടിയുമില്ലാതെ നൃത്തം നീണ്ടുപോകുമ്പോൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് നരകത്തിൽ പോയാൽ പോലും ഈ ദുരിതത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടണമെന്ന ചിന്തയോടുകൂടെ നമ്മൾ എന്താണ് ചെയ്യുക എന്ന് ആലോചിച്ച് ജനങ്ങൾ മഹാനരായ ആദം നബി അലൈഹിസ്സലാമിന്റെ അടുത്ത് ചെല്ലുകയും ആദം നബി അലൈഹിസ്സലാമിനുള്ള ചില മഹത്വങ്ങൾ ഉണർത്തിയിട്ട്, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞാൽ പടച്ചവൻ നമ്മളെ രക്ഷപ്പെടുത്തും എന്ന് ആദം നബി അലൈഹിസ്സലാമിനോട് ജനങ്ങൾ പറയും. അങ്ങനെയാണ് ഞങ്ങൾ അള്ളാഹുവിനോട് എല്ലാവർക്കും പറയാം, എവിടുന്നും പറയാം. പക്ഷെ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ കൊണ്ട് പറയിപ്പിക്കുക എന്നത് അത് കൂടുതൽ ഫലവത്തായിട്ടുള്ളൊരു മാർഗമാണ്, എഫക്റ്റീവായ രീതിയാണ്. അതാണ് തവസ്സുലിന്റെയും ഇസ്തിഗാസയുടെയും ഒക്കെ ലോജിക്ക് എന്ന് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുന്നു. അങ്ങനെ ഇവിടുന്ന് അതൊന്നും പറ്റൂല എന്നൊക്കെ പറയുന്ന ആളുകളും ഇടത്തട്ടുകാരെ നോക്കിപ്പോകുമെന്നാണ് ഇസ്തഗാസൂബി ആദം എന്ന പ്രയോഗത്തിലൂടെ മുത്തുനബി സല്ലല്ലാഹു നിങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പോ ആദം നബി അലൈഹി ഇസ്ലാമിനോട് സഹായം തേടും ജനങ്ങൾ പോയിട്ട്. പക്ഷെ ആദം നബി അലൈഹി ഇസ്ലാം ഞാൻ ഇന്നതിന് അശക്തനാണെന്നും നിങ്ങൾ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് പോകാൻ പറയും. നൂഹ് നബി അലൈഹി ഇസ്ലാം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിലേക്കും, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മൂസ അലൈഹി ഇസ്ലാമിലേക്കും, മൂസ അലൈഹി ഇസ്ലാം ഈസാ അലൈഹി ഇസ്ലാമിലേക്കും വിഷയം റഫർ ചെയ്യുകയും ഈസാ അലൈഹി ഇസ്ലാം മുത്തുനബി സല്ലല്ലാഹു നിങ്ങളെ സമീപിക്കാൻ ജനങ്ങളോട് പറയുകയും ചെയ്യും. അങ്ങനെ റസൂലുള്ളാഹിയുടെ അടുത്തെത്തുന്നതുവരെ എല്ലാ നബിമാരും ലസ്തുലഹ, ഞാനിന്ന് അത്തരം ഒരു റെക്കമെൻഡിന് അർഹനല്ല എന്നായിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തെത്തുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറയും അനലഹ,
അതിന് ഞാൻ തന്നെയാണ് അർഹൻ, ഞാൻ തന്നെയാണ് അത് പറയേണ്ടത്. അങ്ങനെ ജനങ്ങളെ വിചാരണക്കെടുക്കാൻ വേണ്ടിയുള്ള ഒരു ഗ്രാൻഡ് റെക്കമെന്റ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തുകയും ആ റെക്കമെന്റിന്റെ ബെനിഫിറ്റ് അവിടെ കൂടിയ എല്ലാവരും അനുഭവിക്കുകയും ചെയ്യും. അതാണ് മഖാമും മഹ്മൂദ് എന്ന സ്ഥാനം. അപ്പൊ അവിടെ നിങ്ങൾ നോക്കൂ, എല്ലാവരും കൈയൊഴിയുന്ന നേരത്ത്, എനിക്കതിനാവില്ല എന്ന് പറയുന്ന നേരത്ത് ഏറ്റവും വലിയ പ്രതീക്ഷയായി, ഏറ്റവും വലിയ പ്രത്യാശയായി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പ്രവർത്തനം മുഖേന തന്റെ നന്മ അടയാളപ്പെടുത്തുമ്പോൾ അത് ഏറ്റവും വലിയ അംഗീകാരവും വലിയ ആദരവുമാണ്. ആ ആദരവ് എല്ലാവരും അവരവരുടെ രക്ഷയെക്കുറിച്ചോർത്ത് ബേജാറാകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകുമെങ്കിൽ ആ നൽകുന്നതിനെ കുറിച്ചാണ് റബ്ബുക മഖാമും മഹ്മൂദ, മഖാമും മഹ്മൂദ് എന്ന അങ്ങേറ്റം സുത്യർഹമായ ഒരു സ്ഥാനം എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് അല്ലാഹു തആല തങ്ങളെ നിയോഗിക്കുമെന്ന് പറഞ്ഞത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്തായ എല്ലാ ശഫാഅത്തും അനുഭവിക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.